വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പൊ ഈ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഇന്നലെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ബേർഡ് സാങ്ച്വറീസ് പഠിച്ചു. ഈ ബേർഡ് സാങ്ച്വറീസ്, അതുപോലെ തന്നെ ടൈഗർ റിസർവുകള്, അതുപോലെ തന്നെ എന്താണ് സാധാരണ വന്യജീവി സങ്കേതങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറഞ്ഞാൽ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നലെ നമ്മൾ എന്ത് പഠിക്കുകയുണ്ടായി? ബേർഡ് സാങ്ച്വറീസ് മൂന്നെണ്ണല്ല, അതിനേക്കാൾ കൂടുതൽ പഠിച്ചു. പക്ഷെ മൂന്നെണ്ണം വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന്റെ ഹെഡിൽ പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അത് മൂന്നെണ്ണത്തിൽ പഠിച്ചു കഴിഞ്ഞു. മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 18 വന്യജീവി സങ്കേതങ്ങളെ കുറിച്ചാണ്. എത്ര എണ്ണത്തിനെ കുറിച്ച് പഠിക്കണം? 18 എണ്ണത്തെ കുറിച്ച് പഠിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ എത്ര എണ്ണത്തിനെ കുറിച്ച് പഠിക്കും? 2 ടൈഗർ റിസർവുകളും പഠിക്കും. അതുപോലെ തന്നെ കുറച്ച് വന്യജീവി സങ്കേതം പഠിക്കും. നാളെ എന്ത് പഠിക്കും? വന്യജീവി സങ്കേതങ്ങളും അതുപോലെ തന്നെ എലിഫന്റ് റിസർവുകളും പഠിക്കും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഒറ്റയടിക്ക്, അതായത് ഇത് ഏത് താലൂക്കില, എന്നാ വന്നേ, എന്നാ ടൈഗർ റിസർവായ, എന്നാ വന്യജീവി സങ്കേതമായ, അവിടെ എന്തിനാ സംരക്ഷിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഒരു ദിവസം ഒറ്റയടിക്ക് നിങ്ങളെ അങ്ങോട്ട് കുത്തിക്കെറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ടീച്ചർ ഇത് 2-3 ദിവസമായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തെ കുറിച്ച് പറയട്ടെ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതത്തിന്റെ പേര് പെരിയാർ വന്യജീവി സങ്കേതം എന്നാണ്. എന്താണ് പെരിയാർ വന്യജീവി സങ്കേതം? കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതം ഉണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? 18 വന്യജീവി സങ്കേതം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ് കേട്ടോ. ഇനി പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ ഉദ്യാനം പഠിച്ചപ്പോൾ പറഞ്ഞു കേരളത്തിൽ എന്താണ് നാഷണൽ പാർക്കുകൾ എത്രണ്ണാണെന്ന് പഠിച്ചിട്ടുണ്ടായി? 5 പഠിച്ചു. ആ 5 നാഷണൽ പാർക്കിൽ 4 എവിടെയായിരുന്നു? ഇടുക്കി ജില്ലയിലായിരുന്നു. അതുകൊണ്ട് ഇടുക്കി ജില്ലയെ ദേശീയ ഉദ്യാനങ്ങളുടെ ജില്ല എന്ന് വിളിക്കുന്നു എന്ന് പഠിച്ചു. അതുപോലെ തന്നെ കേരളത്തില് 18 വന്യജീവി സങ്കേതങ്ങളുള്ളതിൽ 4 വന്യജീവി സങ്കേതം എവിടെയുണ്ട്? ഇടുക്കി ജില്ലയിലുണ്ട്. അത് നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. അപ്പോൾ കേരളത്തിലെ പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഇത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ് ഇത് കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് എന്ത് കാണപ്പെടുന്നത്? പെരിയാർ വന്യജീവി സങ്കേതം എന്ന് കാണപ്പെടുന്നു. 1934 അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് കേരള സംസ്ഥാനം നിലവിൽ വന്നിട്ടില്ല അല്ലെ. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, ഒന്നുമില്ല. ആ സമയത്ത് തിരുവിതാംകൂറിൽ ഭരിച്ചിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്ന ആരായിരുന്നു? രാജാവായിരുന്നു. അങ്ങനെ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സമയത്ത് നിലവിൽ വന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അദ്ദേഹം പെരിയാർ വന്യജീവി സങ്കേതം എന്നല്ല ഇതിന് പേരിട്ടത്. അദ്ദേഹം പേരിട്ടത് നെല്ലിക്കാമ്പെട്ടി എന്നായിരുന്നു. 1934 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് നെല്ലിക്കാമ്പെട്ടി എന്ന പേരിൽ നിലവിൽ വന്ന ഈ വന്യജീവി സങ്കേതം 1950 മുതലാണ് 1950 മുതലാണ് എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത്? പെരിയാർ വന്യജീവി സങ്കേതം, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഇനി ഇത് കൂടാതെ ഇതിന് തേക്കടി വന്യജീവി സങ്കേതം എന്ന് വേറൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്തുണ്ട്? തേക്കടി വന്യജീവി സങ്കേതം എന്ന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇനി 1978 ആയപ്പോൾ 1978 ആയപ്പോൾ ഇത് കേരളത്തിലെ ആദ്യത്തെ എന്തായി മാറി? ടൈഗർ റിസർവായി മാറി. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവായി മാറി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവായി മാറി. ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവായി മാറി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവും ഏതന്നെയാണ്? പെരിയാറാണ്. അപ്പൊ വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ഹെഡില് ടൈഗർ റിസർവും കൂടി പെടും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ 1978 കേരളത്തിലെ ടൈഗർ റിസർവ് ആയിട്ട് മാറിട്ടോ. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് 1992 ആയപ്പോ ഇതിന്റെ കീഴിൽ പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ വന്നു. പ്രോജക്റ്റ് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ വന്നപ്പോ എന്തായി മാറി? ഇത് ഒരു എലിഫന്റ് റിസർവ് കൂടിയായി മാറി. ഇതെന്തായി മാറി? ഒരു എലിഫന്റ് റിസർവ് കൂടി മാറി. അപ്പൊ കേരളത്തിലെ ഒരു എലിഫന്റ് റിസർവ് ആണ്, ടൈഗർ റിസർവ് ആണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. കണ്ട, ടൈഗർ റിസർവ് ആണ് അല്ലെ,
വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. അതുപോലെ തന്നെ എലിഫന്റ് റിസർവ് ആണ്. ഇതൊക്കെയാണ് ഏത് പെരിയാർ. ഈ പെരിയാറിന്റെ എന്താണ് പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ 777 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം ഉണ്ട് ഏതിന്? പെരിയാർ വന്യജീവി സങ്കേതത്തിന്. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയായിരിക്കും? ടൈഗർ റിസർവ് ആയതുകൊണ്ട് കടുവ സംരക്ഷിത മൃഗമായിരിക്കും. എലിഫന്റ് റിസർവ് ആയതുകൊണ്ട് ആന ഇവിടുത്തെ സംരക്ഷണ മൃഗമായിരിക്കും അല്ലെ. അപ്പൊ സംരക്ഷിത മൃഗങ്ങൾ ഏതൊക്കെയാണ്? കടുവയും ആനയുമാണ്. പെരിയാർ വൈൽഡ് സാങ്ച്വറിക്ക് ഉള്ളില് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് എന്താ പറയുന്നത് കിടക്കുന്ന ഒരു ആരാധനാലയുണ്ട്. ഇതിനെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര്? മംഗളാദേവി ക്ഷേത്രം എന്നാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളില് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന, കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. ക്ലിയർ ആയോ മക്കളെ? അടുത്തത് ഇത് ലോക പൈതൃക പട്ടികയിൽ ജീവി സങ്കേതമാണ്. എന്താണ്? യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ലോക പൈതൃക പട്ടികയിൽ പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതം കൂടിയാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തത് വേൾഡ് ബാങ്ക്, നമ്മുടെ ലോക ബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതി, ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് എന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെരിയാർ. അതായത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം എന്നൊക്കെയാണ് ഈ ബക്കർ ലിപ്പിന്റെ പൂർണ്ണ രൂപം. അതൊന്നും ആവശ്യമില്ല. ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എവിടെയെന്നാ പറയണേ? പെരിയാറിൽ എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയാണ് നമ്മള് എന്താ പറയുന്നത് പെരിയാറിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവായി മാറിയ ഈ ഒരു എന്താ പറയുന്നത് നമ്മുടെ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലും കൂടി, കുറച്ചു ഭാഗം പത്തനംതിട്ട ജില്ലയിലും കൂടി വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. എവിടെയാണ്? ഇടുക്കി, പത്തനംതിട്ട എന്നീ ടൈഗർ റിസർവുകളെ ഇടുക്കി, പത്തനംതിട്ട എന്നീ മേഖലകളിലൂടെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിൽ ആണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, ഈ പത്തനംതിട്ടയും ശബരിമലയും ഒക്കെ. അപ്പൊ ഇത്രയാണ് പെരിയാർ വന്യജീവി സങ്കേതം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ 18 വന്യജീവി സങ്കേതങ്ങൾ ഉള്ളതിൽ ആദ്യം വന്നതും ഏറ്റവും വലുതും ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 777 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണുണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിന്. ഇത് നമ്മുടെ തിരുവിതാംകൂറില് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഭരിക്കണ സമയത്ത് നെല്ലിക്കാമ്പെട്ടി എന്ന പേരിലാണ് നിലവിൽ വന്നത്. അതിനുശേഷം 1950 ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പെരിയാറിന് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന പദവി കിട്ടി. പെരിയാർ വന്യജീവി സങ്കേതമെന്നും നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതമെന്നും കൂടാതെ തേക്കടി വന്യജീവി സങ്കേതമെന്നും ഇത് അറിയപ്പെടുന്നു. 1978 ആയപ്പോ 73 പ്രോജക്ട് ടൈഗർ ഒക്കെ ഇന്ത്യയിൽ വരികയുണ്ടായി ആ പദ്ധതി. അങ്ങനെ 78 പ്രോജക്ട് ടൈഗർ പദ്ധതിയുടെ എന്താ പറയുന്നത് കീഴിൽ വരികയാണ്. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവുമായി മാറി ആര്? പെരിയാർ. അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവും ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവുമായി ആര്? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 92 ഇത് പ്രോജക്ട് എലിഫന്റ് പദ്ധതിയുടെ കീഴിൽ വരികയും കേരളത്തിലെ എലിഫന്റ് റിസർവായി മാറുകയും ചെയ്തു. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. വേൾഡ് ബാങ്ക് ബക്കർ ലിപ്പ് പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ സംരക്ഷിക്കുന്നത് ആന, കടുവ തുടങ്ങിയ മൃഗങ്ങളാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയം മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവ് അല്ലെങ്കിൽ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ആ ഏരിയയിൽ ഉള്ള മറ്റൊരു പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ് പത്തനംതിട്ട. ഈ തമിഴ്നാട് അതിർത്തി, തമിഴ്നാടുമായിട്ട് ഒരു അടിപിടി കേസുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മംഗളാദേവി ക്ഷേത്രം എടുത്തു പറയുന്നത്. പത്തനംതിട്ട പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പത്തനംതിട്ട ജില്ലയിലെ ശബരിമല അല്ലെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. ആദ്യ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. ഇടുക്കിയില് 18 വന്യജീവി സങ്കേതങ്ങളിൽ എത്ര ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു? 4 ഇടുക്കിയിലാണ്. അപ്പൊ ആ 4 ബാക്കി 3 കൂടി ഒന്ന് പഠിച്ചു വെക്കാം. രണ്ടാമത്തെ ഇടുക്കി ജില്ലയിലുള്ളത് വേറൊരെണ്ണാണ് ചിന്നാർ വന്യജീവി സങ്കേതം.
കഴിഞ്ഞ ദിവസം കാലാവസ്ഥ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോ അതിൽ പഠിപ്പിച്ചു ചിന്നാർ ഒരു മഴ നിഴൽ പ്രദേശമാണ് അല്ലെ. ആ മഴ നിഴൽ പ്രദേശമായ ചിന്നാർ ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ 1984 ചിന്നാർ എന്ന് പറയുന്ന പ്രദേശത്തെ എന്താക്കി പ്രഖ്യാപിച്ചു? വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. അപ്പൊ ചിന്നാർ എന്താണെന്ന് നമ്മൾ പഠിച്ചേണ്ട മക്കളെ, ഇതൊരു മഴ നിഴൽ പ്രദേശമാണെന്ന് പഠിച്ചിട്ടുണ്ട്, അത് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ഇവിടെ കാണപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് നക്ഷത്ര ആമ. എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നക്ഷത്ര ആമയെ കാണുന്നു. പിന്നെ അടുത്തത് എന്തിനെ കാണുന്നു? ചാമ്പൽ മലയണ്ണാനെ കാണുന്നു. PSCക്ക് വളരെയധികം ഇഷ്ടമുള്ള ചില ചോദ്യങ്ങളാണ് ഈ നക്ഷത്രാമ, ചാമ്പൽ മലയണ്ണാൻ. പിന്നെ അടുത്തത് മഗ്ഗർ മുതലകൾ. കണ്ടോ മഗ്ഗർ മുതലകൾ? ഇതിനെയൊക്കെ അവിടെ കാണുന്നുണ്ട്, നമ്മുടെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പഠിച്ചു വെക്കുക. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ പേര് പാമ്പാർ നദി എന്നാണ്. എന്താണ്? പാമ്പാർ നദി എന്നാണ്. ഇനി കുറച്ച് വളരെ അപൂർവമായിട്ട് വെള്ളക്കാട്ടുപോത്തിനെയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അത്രേ, വെള്ളക്കാട്ടുപോത്ത്. അപ്പൊ എന്തിനെയൊക്കെ കാണുന്നു? വെള്ളക്കാട്ടുപോത്ത്, മഗ്ഗർ മുതല, ചാമ്പൽമലയണ്ണാൻ, നക്ഷത്രാമ എന്നിവ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നു. ഇതൊരു മഴ നിഴൽ പ്രദേശമാണ്, ഇടുക്കി ജില്ലയിലാണ്. 1984 എന്തായത്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയത്. ഇനി പാമ്പാർ എന്ന് പറയുന്ന നദി ഈ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അടുത്ത ഒരു വന്യജീവി സങ്കേതത്തിന്റെ പേരാണ് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ പാർക്ക് പഠിച്ചപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറിഞ്ഞിമലയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം അല്ലെ. ഇടുക്കി ജില്ലയിലാണ് ഇങ്ങനെ ഒരു വന്യജീവി സങ്കേതം. ഇത് 2006 നിലവിൽ വന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സസ്യത്തിനായിട്ട്, സസ്യത്തിന്റെ പേരിൽ നിലവിൽ വന്നത്, ഒരു സസ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് നിലവിൽ വന്നത്, അങ്ങനെയൊക്കെ പറയാം. ഒരു സസ്യത്തിന്റെ പേരിൽ വന്നത്, സസ്യത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ആദ്യത്തെ ഉദ്യാനം അല്ലെങ്കിൽ ആദ്യത്തെ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറിഞ്ഞിമല വന്യജീവി സങ്കേതത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു സസ്യവിഭാഗമാണ് നീലക്കുറിഞ്ഞി എന്നുള്ളത് കൊണ്ടാണ് ആ സസ്യത്തിന്റെ പേരിൽ തന്നെ ഒരു വന്യജീവി സങ്കേതം ആരംഭിക്കാനുള്ള കാരണം. ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ആ വിഭാഗത്തെ, നീലക്കുറിഞ്ഞിയെ നമ്മൾ വിളിക്കുന്നത് പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നാണ്. കേട്ടോ നിങ്ങള്? പശ്ചിമഘട്ടത്തിലെ രാജ്ഞി, പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്ന് വിളിക്കുന്നത്, പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? നീലക്കുറിഞ്ഞിയെയാണ്. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പൊ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. നീലക്കുറിഞ്ഞിയെ പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ഈ നീലക്കുറിഞ്ഞി 12 വർഷത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞികൾ. എന്നാൽ എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയുണ്ട്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കും? കരിങ്കുറിഞ്ഞി എന്ന് വിളിക്കും. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? 2006 ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ആ 2006 ആകെ മുട്ടയിട്ട് കരിഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിക്കൂല. നല്ല പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇതെന്ത് നമ്മൾ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ പിന്നെ എപ്പോഴായിരിക്കും ഇത് പൂത്തുണ്ടാവുക? 2006 കഴിഞ്ഞ് 12 വർഷം കൂടുമ്പോൾ 2018. പിന്നെ എല്ലാ സസ്യങ്ങളും ഒരു പ്രത്യേക 2006 മാത്രം പൂത്തുണ്ടാവില്ല. ചിലപ്പോ നമ്മൾ കാണാം അല്ലെ, കുറിഞ്ഞിമലയില് അവിടെ കുറച്ച് പൂത്തുണ്ട്, ഇവിടെ കുറച്ച് പൂത്തുണ്ടെന്നൊക്കെ. അതൊക്കെ പിന്നീട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2006 അവസാനം ആ നീലക്കുറിഞ്ഞി മല മൊത്തം ഇങ്ങനെ പൂത്തുന്നത്. സോറി, അവസാനം നമ്മൾ തുടങ്ങിയപ്പോ. അതിനുശേഷം 2006 കഴിഞ്ഞ് 2018 പിന്നെയും നമ്മൾ ഇനി എന്താ ചെയ്യാ? 12 വർഷം കൂടുമ്പോൾ, അങ്ങനെ ഓരോ 12 വർഷം കൂടുമ്പോഴാ പൂക്കുക എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. എന്നാൽ ഓരോ വർഷത്തിലും എന്തു പൂക്കും? കരിങ്കുറിഞ്ഞി പൂക്കും. ഈ 2006 തന്നെ നീലക്കുറിഞ്ഞി എവിടെ ഇടം നേടി എന്ന് മനസ്സിലാക്കും മക്കളെ? പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ വന്നിട്ടുണ്ട്? പോസ്റ്റൽ സ്റ്റാമ്പിൽ വന്നിട്ടുണ്ട്.
ഇനി ഒരെണ്ണം കൂടി ഉണ്ട് ഇടുക്കി ജില്ലയിൽ. അതിന്റെ പേര് ഇടുക്കി വന്യജീവി സങ്കേതം തന്നെയാണ്. വലിയ കാര്യമായിട്ടൊന്നും തന്നെ പഠിക്കാനില്ല. ഇടുക്കി ജില്ലയില് പൈനാവ് ആസ്ഥാനമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയില് ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം പൈനാവാണ്. 1976 ഇത് നിലവിൽ വന്നത്. ഇത് തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. എവിടെയാണ്? തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട്. അതൊന്നും ഇതിന് വലിയ പ്രാധാന്യമില്ല, കാരണം ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, എന്നാലും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം വന്യജീവി സങ്കേതമാണ്. പൈനാവാണ് അതിന്റെ ആസ്ഥാനം. 1976 വന്നു. തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു എത്ര വന്യജീവി സങ്കേതങ്ങൾ കേരളത്തിലുണ്ട് പഠിച്ചു. 18 എണ്ണം ഉണ്ട് എന്ന് ആദ്യം പഠിച്ചു. അതിൽ 4 എണ്ണം എവിടെയാ പഠിച്ചു? ഇടുക്കിയിലാന്ന് പഠിച്ചു. അതിൽ ആദ്യത്തെ പെരിയാർ വന്യജീവി സങ്കേതമാണ്, ടൈഗർ റിസർവ് ആണ്, എലിഫന്റ് റിസർവ് ആണ്. ആദ്യത്തേതാണ്, ഏറ്റവും വലുതാണ്. ഇതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമത്തേത് ഇടുക്കി ജില്ലയിലെ ചിന്നാർ പഠിച്ചു. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. 84 വന്യജീവി സങ്കേതമായി. ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. നക്ഷത്രാമ, ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ മുതല, വെള്ളക്കാട്ടുപോത്ത് എന്നിവയെ കാണുന്നുണ്ട്. പാമ്പാർ നദി അതിക്കൂടെ ഒഴുകുണ്ട്. കുറിഞ്ഞിമല ഇടുക്കിയിലാണ്. 2006 ഉദ്ഘാടനമൊക്കെ ചെയ്തു. ഒരു സസ്യത്തെ സംരക്ഷിക്കാൻ ആദ്യം വന്ന ദേശീയ ഉദ്യാനം എന്നാണ് ബുക്കുകളിൽ കാണുന്നത്. പക്ഷെ ഇത് ദേശീയ ഉദ്യാനമല്ല, എന്താണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ഇത് പോസ്റ്റൽ സ്റ്റാമ്പിൽ 2006 ഇടം നേടി. നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്നു. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കും. എല്ലാ വർഷവും പൂക്കുന്നത് കരിങ്കുറിഞ്ഞിയാണ്. അടുത്ത ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിൽ പൈനാവാണ് ആസ്ഥാനം. 1976 വന്നു. തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായിട്ട് കാണപ്പെടുന്നു. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കാം. അതായത് 5 എണ്ണം പഠിച്ചെന്ന് നിർത്താം. 5ാമത്തത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് പറമ്പിക്കുളമാണ്. അപ്പൊ കേരളത്തിലെ 2 ടൈഗർ റിസർവുകൾ നിങ്ങൾ പഠിച്ചു കഴിയും. പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത്. 1973 ഇത് നിലവിൽ വരികയാണ്. ഇത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയില് മുതലമട പഞ്ചായത്തിലാണ്. പാലക്കാട് ജില്ലയിൽ മുതലമട പഞ്ചായത്തിലാണ്. ആസ്ഥാനം തൂണക്കടവാണ്. ഇതിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. അപ്പൊ പാലക്കാട് ജില്ലയിൽ തൂണക്കടവ് ആസ്ഥാനം. 1973 വന്നു. മുതലമട പഞ്ചായത്തിലാണ്. ഇനി അടുത്തത് ഇത് ഇവിടെ പറമ്പിക്കുളത്തിന്റെ പ്രത്യേകത 73 വന്നു. ഇത് 2010 എന്തായി മാറി? ടൈഗർ റിസർവ് ആയി മാറി. 2010 ഇതിനെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഇത് ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് കൂടിയാണ്. ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത്, ഇവിടെ ടൈഗർ റിസർവ് ആവുമ്പോൾ ഇവിടെ എന്തിനെ കാണപ്പെടുന്നുണ്ട്? കടുവകളെ കാണപ്പെടുന്നുണ്ട്. ആ കാര്യത്തിൽ തീരുമാനമായി അല്ലെ. പിന്നെ അടുത്തത് കാട്ടുപോത്തുകളെ ധാരാളം കാണപ്പെടുന്നുണ്ട്. നേരത്തെ നമ്മൾ വെള്ള കാട്ടുപോത്ത് എന്നാ പറഞ്ഞേ, ഇവിടെ വെള്ളയൊന്നും പറയില്ല, വെറുതെ കാട്ടുപോത്തുകളെ കറുത്തിരിക്കണം അല്ലെ. അപ്പൊ കാട്ടുപോത്തുകളെ ധാരാളം കാണപ്പെടുന്നു അല്ലെ. കണ്ടാൽ പേടി തോന്നുന്ന കറുത്തിരണ്ട കാട്ടുപോത്തുകളെ കാണപ്പെടുന്നു. ഇനി കേരളത്തിൽ കൂടെ നമുക്ക് പറമ്പിക്കുളത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ കേരളത്തിലല്ലേ ഇത്, പാലക്കാട് ജില്ലയിലല്ലേ. പക്ഷെ കേരളത്തിലൂടെ ഇതിലേക്ക് എൻട്രി ഇല്ല. കേരളത്തിൽ കൂടെ വഴിയില്ല എന്നല്ല, നമുക്ക് പോകണമെങ്കിൽ കേരളത്തിലൂടെ ഇതിന്റെ കയറ്റിവിടില്ല. എങ്ങനെ കയറ്റിവിടുള്ളൂ? തമിഴ്നാട്ടില് ഒരു സംഭവമുണ്ട്. തമിഴ്നാട്ടില് അതിന്റെ പേര് ഒരു നാഷണൽ പാർക്കാണ്. അതിന്റെ പേര് എന്താ അറിയോ നിങ്ങൾക്ക്? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്. തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കിലൂടെ മാത്രമേ എവിടേക്ക് കടത്തിവിടുള്ളൂ? അതായത് പൊള്ളാച്ചിയിലൂടെയാണ് ഇത് ശരിക്കും ഇതിന് പ്രവേശനം ഉള്ളത്, പൊള്ളാച്ചി. അപ്പൊ തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കിലൂടെ പ്രവേശിക്കാൻ സാധിക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. അപ്പൊ പറമ്പിക്കുളം കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് മുതലമട പഞ്ചായത്തിലാണ്. അതിന്റെ ആസ്ഥാനം തൂണക്കടവാണ്. 1973 നിലവിൽ വന്നതാണ്. 2010 ഇത് ടൈഗർ റിസർവ് ആയി മാറി. ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് ആണ്. കടുവയും കാട്ടുപോത്തൊക്കെ ധാരാളം കാണുന്നുണ്ട്. തമിഴ്നാട്ടിലെ നാഷണൽ പാർക്കായ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്കിലൂടെ, അതായത് പൊള്ളാച്ചി ആ ഭാഗത്ത്
കൂടെയാണ് എവിടേക്ക് എൻട്രൻസ് ഉള്ളോ? പറമ്പിക്കുളത്തേക്ക് എൻട്രൻസ് ഉള്ളൂ. കേരളത്തിലൂടെ പ്രവേശിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ്. ഇനി അടുത്തത് IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെ. IUCN ഒരു ബുക്ക് ഉണ്ട്. എന്താ അത്? റെഡ് ഡാറ്റ ബുക്ക്. അപ്പൊ IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം, IUCN റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം കേട്ടോ. ഈ IUCN ആസ്ഥാനം എവിടെയാണെന്ന് ചോദിക്കാം. നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷന്റെ ക്ലാസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് നിങ്ങൾ കൂടുതൽ ഇപ്പൊ ഇവിടെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ഒന്ന് ഓർത്ത് വെച്ചോളൂ, UK ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ IUCN പ്രസിദ്ധീകരിക്കുന്നതാണ്. IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങള്, ജീവികള് അല്ലെങ്കിൽ പ്രദേശങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് റെഡ് ഡാറ്റ ബുക്ക്. അപ്പൊ അതിലിടം നേടിയിട്ടുണ്ട് ഏത്? പറമ്പിക്കുളം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മളെ എത്ര വന്യജീവി സങ്കേതം പഠിച്ചു? 5 വന്യജീവി സങ്കേതം പഠിച്ചു. അപ്പൊ 5 വന്യജീവി സങ്കേതങ്ങളില് എന്താണ്? 2 ഏതാ നമ്മൾ പഠിച്ചത്? ടൈഗർ റിസർവ് ആണ് പഠിച്ചത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില്. ഇതിനു മുമ്പ് ഇന്ന് നമ്മള് ഗാന്ധിജിയും ദർശനവും എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഗാന്ധിജിയുടെ അദ്ദേഹത്തിന്റെ ജനനം തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്. അത് കാണുക. അതിനുശേഷം ഇത് കാണുക. ഇനി ഇതുണ്ട്. പിന്നെ പ്ലസ് എന്തുകൊണ്ട്? കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.